ഷെയ്ഡ്സ്. അൺബോക്സിങ് ഉപയോഗിക്കുന്ന ടൂള് കണ്ടോ? ഹലോ മണ്ടു, ഞാനിപ്പോൾ അങ്ങോട്ട് തിരിച്ചു ഒരു മിനിറ്റ്, ഞാനിപ്പോൾ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും വേണ്ട അല്ലേ? ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സോഡാ പൊട്ടിയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. യെല്ലോ ഷെയ്ഡ്സ് പ്ലെയിൻ ഗ്ലാസ്സിൽ യെല്ലോയുടെ ഷെയ്ഡ് വന്നു, അതുകൊണ്ട് വാങ്ങിയൊരു ഷെയ്ഡ്സാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി നിർത്തിയൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഒരു ഗോപ്രോൻ്റെ റിവ്യൂ എടുത്തതിന് തന്നെ എനിക്ക് മതിയായി. ഒരു ഈച്ചയെ കൊണ്ട് ശല്യമായിരുന്നു. ടെക്കി അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ടെക്കി അല്ല. ഞാൻ ആ വീട്ടിലും പറഞ്ഞിട്ടായിരുന്നു. ജസ്റ്റ് ഫണ്ണി റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെന്ന് നോക്കൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫണ്ണി റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കണത്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ് A15. അപ്പം നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല ബിഗ് ബില്യൺ സെയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് വാങ്ങിയ ഫോണാണ് ഇത്. ഞാൻ ഫോണിൻ്റെ പ്രൈസൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ടാവും. സോ ഇത് വാങ്ങാനും അപ്പം ഇതിനെപ്പറ്റി എല്ലാം അറിയാം. അപ്പം എന്തായാലും റിവ്യൂ എന്താന്ന് കണ്ടാലോ, ഒരു ഫണ്ണി റിവ്യൂ എന്താ കണ്ടാലോ, ടെക്കി റിവ്യൂ അല്ല, ഫണ്ണി റിവ്യൂ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? യെസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പാക്കിംഗ് വന്നത് ഈ ഒരു ആദ്യം ഞാൻ വിചാരിച്ചു റിവ്യൂ ചെയ്യണ്ട, ഈ ഒരു വീഡിയോ വേണ്ട, കാരണം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ശരി പാക്കേജിങ്ങിലാണ് ഇത് വന്നേ. പിന്നെ ഇതിൻ്റെ ഈ ഫോൺ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങും പിന്നെ ഇതിനകത്തായിരുന്നു. വലിയ സേഫ്റ്റി പാക്കേജിങ് എന്നൊന്നും പറയാനായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തൊന്നുമില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പാക്കേജിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, പാക്കേജിങ്ങിൻ്റെ ഫ്രണ്ടേജ് ഇതിങ്ങനെയാണ്. പിന്നെ സൈഡിൽ സാംസങ് ഗാലക്സി A50 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇനി ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും വരുന്നത്. ഒരു ടെക്കി റിവ്യൂ അല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ് നമ്മുടെ A50 ഉള്ളത്. എന്താണ് ഇൻഫിനിറ്റി ഡിസ്പ്ലേ? നമുക്ക് നോക്കാം, ഗൂഗിൾ ചെയ്യാം. ഇൻഫിനിറ്റി U ഡിസ്പ്ലേ സിഗ്നേച്ചർ വിർച്വലി bezel-less screen was introduced by Galaxy S8 and S8 Plus. Its large screen curved size creates an incredibly immense viewing experience which is covered nearly the entire front of the phone as it structures the edges. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഈ എന്താണാവോ ഈ bezel-less സ്ക്രീൻ, അതെന്താ നോക്കാം. bezel-less ഡിസ്പ്ലേ മീൻസ് ലാക്ക് ഓഫ് ബീസൽ. അതിപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ അമ്മാവാ bezel-less ആണ്. എനിക്കറിയണില്ല, എന്തോ bezel-less ആണ്. വിച്ച് വാസ് ഈ ഇൻഫിനിറ്റി U ഡിസ്പ്ലേ എന്ന് പറയുന്നത് വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗാലക്സി S8 and S8 Plus ആണ് അത്ര ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ റിവ്യൂവിൻ്റെ ഇടയിൽ? എനിക്ക് എന്താ അറിയില്ല എന്ന്, പക്ഷെ ഞാൻ പറയും. പിന്നെ അടുത്തൊരു ഫീച്ചർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്യാമറ. അത് ഞാൻ പറയട്ടെ, ഞാൻ ഫോൺ വാങ്ങുമ്പോഴൊക്കെ, അതായത് ഇപ്പല്ല, മുന്നേ ഞാനായിട്ട് ഫോൺ വാങ്ങുന്ന സമയത്തൊക്കെ ഞാൻ നോക്കിയിരുന്ന വെറും 3 കാര്യങ്ങളായിരുന്നു കേട്ടോ. ക്യാമറ നന്നായിരിക്കണം, ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരിക്കണം, അതുപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവണം. എനിക്ക് ഇത്ര മാത്രം മതിയായിരുന്നു. പക്ഷേ ഇട്ട് വന്നതിന് ശേഷം എന്താ ചെയ്യുക, പ്രോസസ്സർ ഒന്ന് നോക്കും. ഞാൻ ഇതൊന്നും നോക്കാറില്ലായിരുന്നു. ഞാൻ അങ്ങനത്തെ പേഴ്സൺ അല്ല. എനിക്കെന്താ, ഫ്രണ്ട് ക്യാമറ നല്ലതായിരിക്കണം. ഞാൻ സെൽഫി അഡിക്റ്റഡ് ഉണ്ട്. എന്നെ അറിയാൻ എല്ലാവർക്കും അറിയാം, ഞാൻ ഭയങ്കര സെൽഫി അഡിക്റ്റാണ്. സോ അതുകൊണ്ട് ഞാൻ അത് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലും വാങ്ങുന്ന സമയത്ത് ഞാൻ ഓപ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ മാമിക്ക് ഈ ഗാലക്സി A50 എന്നുള്ളത് ഞാൻ ഓപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ബാക്കിൽ 3 ക്യാമറ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. സോ ബാക്കിൽ 3 ക്യാമറയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 48, 5, 8 അങ്ങനെയാണ്. ട്രിപ്പിൾ റിയർ ക്യാമറയാണ് നമുക്ക് വന്നിരിക്കുന്നത്. മുകളിലത്തെ 48, 5 and 8 അങ്ങനെയാണ് കേട്ടോ വന്നേക്കണത്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഫിംഗർ സെൻസർ ആണെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ ഈ 3 ഞാൻ ഇപ്പോൾ വായിച്ചത്. ഇനി അടിയിൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4G LTE ആണ്, ഒക്ടാ കോർ പ്രോസസ്സർ.
ഇതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയും. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോസസ്സർ. 6.4 ഇഞ്ചസിൻ്റെ ആണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. ഫുൾ HD ആണ്. ഞാൻ പറഞ്ഞ പോലെ 3 റെയർ ക്യാമറാസ് ഉണ്ട്. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 മെഗാ പിക്സലിൻ്റെ ആണ് ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സ്റ്റോറേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 128 ആണ് ഇതിൻ്റെ. 128 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. റാം വന്നിട്ട് 4 GB ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം മാമ അത്ര ഫോൺ യൂസർ അല്ല. ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. അറൗണ്ട് മാമ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇറ്റ്സ് മോർ ദാൻ 7 years ആയിട്ടുണ്ട്. അമ്മേ, അടുത്ത റിവ്യൂവിന് സെയിം ഈച്ച വന്നിട്ടുണ്ട് കേട്ടോ. സെയിം ഈച്ചയാണെന്ന് അറിയില്ല, ഒരു ഈച്ച വന്നിട്ടുണ്ട്. എന്നെ റിവ്യൂ ചെയ്യുമ്പോൾ ഈ ഈച്ച ആരാണ്? വലിയ ടെക്കിയുടെ പ്രേതാണെന്ന് തോന്നുന്നു എനിക്ക്. ഓ മൈ ഗോഡ്, കഴിഞ്ഞ ഗോപ്രോൻ്റെ റിവ്യൂവിൽ ഇതേപോലെ ഈച്ചയായിരുന്നു എൻ്റെ കൂടെ. ഇപ്പം ഇതിലും മറ്റേ ഈച്ച. അപ്പോൾ നമ്മളെവിടെ പറ നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയോ സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ് സെക്ഷനിലോട്ട് പോവാം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് അൺബോക്സ് കാണിച്ചു തരാൻ. അൺബോക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂള് കണ്ടോ? കത്തിയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ സിസേഴ്സും ഒന്നും എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല. ശരി, അപ്പോൾ എന്തായാലും അടുക്കളയിൽ ഓടിപ്പോയിട്ട് എടുത്തിട്ട് വരാൻ പറ്റിയ സാധനം എന്താണ്? ഇത് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തേ ഇതിൻ്റെ സ്റ്റൈൽ ഞാൻ പറയാൻ കേട്ടോ. ഡു നോട്ട് ആക്സെപ്റ്റ് ഇഫ് ദ സീൽ ഈസ് ബ്രോക്കൻ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് സീൽ ബ്രോക്കൻ ആയിരുന്നില്ല. ആ സീലാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ആയുധം കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ സീൽ ബ്രോക്കൻ ആയിരുന്നില്ല. കണ്ടോളൂ. ഞാൻ അൺബോക്സ് ചെയ്ത സമയത്ത് ഇങ്ങനെയാണ് 2 ബോക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിൻ്റെ അടിയിൽ ഇങ്ങനെ സാധനം ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ എജക്ഷൻ പിൻ ആണ് തന്നേക്കണത്. അതൊന്നും നമ്മൾ വെറുതെ ഊരിച്ചളാക്കണ്ടല്ലോ. സോ അത് ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഒരു ഗൈഡ് മാനുവലുണ്ട്, വാറണ്ടി കാർഡ്, ലോക്ക് ഗൈഡ്, പിന്നെ അതന്നെ മാനുവലും വാറണ്ടി കാർഡും ആണുള്ളത്. പിന്നെ അതിൻ്റെ പൗച്ച് കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്പെറൻറ്റ്. ഇത് എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ ഇപ്പോൾ. സാംസങ് യൂസേഴ്സിനൊക്കെ കിട്ടുന്നതായിരിക്കും. ഒരു പൗച്ച് അവർ ഫ്രണ്ടിൽ ഇതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഹിയർ കംസ് ദ റിയൽ ഹീറോ, അവർ സാംസങ് A50 കേട്ടോ. ഇത് അതിൻ്റെ സ്ക്രീൻ. അപ്പോൾ അതെ ഞാനിത് സീല് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഓ മൈ ഗോഡ്, സച്ച് എ സ്ലീക്ക് ബോഡിയാണ് കേട്ടോ ഉള്ളത്. നല്ല ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ 3D എഫക്റ്റ്? ഭയങ്കര രസമുണ്ട് കേട്ടോ ബാക്ക് കാണാനായിട്ട്. ഞാൻ ഇതൊന്നും ഇതിൻ്റെ പറിച്ച് കളയുന്നില്ല. നല്ല രസമല്ലേ ബാക്ക് ബോഡി കാണാൻ? ബ്ലാക്കാണ്, കാരണം മാമയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് ഓപ്റ്റ് ചെയ്തത്. സോ നമുക്കിത് ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ യെസ്, ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, എല്ലാത്തിനും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ നമുക്കിതിൽ ഒരു അഡാപ്റ്റർ തന്നിട്ടുണ്ട്. യെസ്, ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റീവ് ഫാസ്റ്റ് ചാർജിങ് തന്നിട്ടുണ്ട്. ഒരു അഡാപ്റ്ററും അതിൻ്റെ കേബിളുണ്ട്. C ടൈപ്പാണ് കേട്ടോ. C ടൈപ്പാണ് ചാർജിങ് കേബിൾ. അതുപോലെ തന്നെ ഹെഡ്സെറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെഡ്സെറ്റും കേബിളും അഡാപ്റ്ററും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ഫോണുകൾക്കൊന്നും ഇത് മൂന്നും ചാർജർ ഉണ്ടാവും, പക്ഷേ എന്താ പറയുക ഇതുണ്ടാവില്ല. ഹെഡ്സെറ്റ് ഇപ്പോൾ ഇതിനും കൊടുക്കുന്നില്ല. പക്ഷേ എന്താ പറയുക നമ്മൾക്ക് F50ലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സെക്ഷനാണ് നമ്മുടെ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫിംഗർ സെൻസർ സ്ക്രീനിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫിംഗർ സെൻസർ വരുന്നതെന്ന് തോന്നുന്നു. കാരണം ബാക്കിൽ സെൻസറൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ലോക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരാം. യെസ്, ഓപ്പണായി. പവർഡ് ബൈ ആൻഡ്രോയിഡ് സാംസങ് A50s. ഓക്കെ, സാംസങ് നോക്കിയിട്ട് എല്ലാ സാംസങ് പോലെ തന്നെ നല്ല ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല വലിയ സ്ക്രീൻ, നല്ല രസം കാണാനും കാര്യങ്ങളൊക്കെ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ ഇതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഞാനിപ്പോൾ പാസ്വേഡും മറ്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, കാരണം മാമ വന്നിട്ട് മാമ സെറ്റ് ചെയ്തോട്ടെ. ജസ്റ്റ് സെക്കൻഡ്.
ഗ്രേറ്റ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇത് കൂടുതൽ ആപ്സ് കിട്ടുന്നത് വെൻ വി സ്വൈപ്പ് അപ്പ് ആണ് കൂടുതൽ ആപ്സ് വരുന്നത്. എല്ലാം കുറേ ഇൻബിൽറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, കുറേ ഇൻബിൽറ്റ് ആയിട്ടുള്ള എന്താ പറയുക ആപ്സൊക്കെ ഉണ്ട്. വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്കൊക്കെ ഉണ്ട്. പിന്നെ സ്നാപ്ചാറ്റ് ഉണ്ട് കേട്ടോ, സ്നാപ്ചാറ്റ് ഉണ്ട്. ഞാനൊരു സ്നാപ്ചാറ്റ് അഡിക്റ്റാണ്. അപ്പോൾ യെസ്, ഓക്കെ, നമ്മൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാമറ ക്ലാരിറ്റിയിലോട്ട് നോക്കാം. ക്യാമറ പക്ഷെ ഭയങ്കര വലിയ ഡിസ്പ്ലേ ആണ് കേട്ടോ, അക്ഷരങ്ങളൊക്കെ നൈസ്, കുഴപ്പമില്ല. ഓക്കെ, ഹലോ, നിങ്ങൾക്ക് കാണണോ ഇതിൻ്റെ എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രോസസ്സർ എന്നുള്ളത്? അതെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോട്ടോ വരുന്നത്. എനിക്ക് തോന്നുന്നു പ്രിറ്റി ഗുഡ്, കുഴപ്പമില്ല. ഇനി ബാക്ക് ക്യാമറയുടെ കാര്യം നോക്കട്ടെ കേട്ടോ. നല്ല ക്യാമറയൊക്കെയാണ് കേട്ടോ, ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. നോക്കി, ബാക്ക് ക്യാമറ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അത് ഓക്കെ. ഇനി ഇതിനെ നമുക്ക് കൊണ്ട് കുറച്ച് നേരം ചാർജിന് ഇടാം. ഇപ്പോൾ 50% ചാർജ് ഉണ്ട്. അപ്പോൾ രണ്ട് ഫോട്ടോ ഞാൻ എടുത്ത് നോക്കി. എനിക്ക് ബാക്ക് ഭയങ്കര നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട് ബാക്ക് ക്യാമറ കാണാനായിട്ട്. ഫ്രണ്ടിനേക്കാളും എനിക്കിഷ്ടം. മേ ബി എൻ്റെ കോലം രസമില്ലാത്തതുകൊണ്ടായിരിക്കണം നമ്മളതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഈ ഒരു ഫോട്ടോ മാത്രം നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യെസ്, അതാണ്. ഞാനിതൊന്ന് ചാർജിന് വെച്ചിട്ട് വരാം. ഓക്കെ, ഇത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ലേ? ഓണാക്കിയപ്പോൾ എങ്ങനെയാണ് ഈ ബട്ടൺ കിട്ടുന്നത്? ഓക്കെ, ഞാനിതിൽ വേറൊരു കാര്യം കണ്ടുപിടിച്ച്. ഇതിൽ ആക്ച്വലി ഇനിയിപ്പോൾ വേറെ വല്ല ബട്ടൺ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നേരത്തെ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ഇവിടെ ഇങ്ങനെ 3 സൈഡിൽ, അതായത് വോളിയം അപ്പും ഡൗണും ഉണ്ട്, പിന്നെ ഒരു നോർമൽ നമ്മൾ പവർ ഓഫ് ബട്ടൺ പോലത്തെ ഒരു ബട്ടനും ഉണ്ട്. ഞാൻ ആ പവർ ബട്ടൺ ഞെക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് എനിക്ക് വന്നത് ഇത്. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര, ഇതിന് ഞാൻ സ്വിച്ച് ഓഫ് ബട്ടൺ ഇല്ലേന്ന്. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കില്ലേ, അതുപോലെ സെയിം ടൈം പ്രസ് ചെയ്ത സമയത്താണ് എനിക്ക് എന്ത് വരുന്നത്, പവർ ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ കുഴപ്പമില്ല, അത് കുറച്ച് ഡിഫിക്കൾട്ട് അല്ലേന്ന് എനിക്ക് തോന്നി. ഒരു ഫീച്ചർ എന്നോട് ടു സേ നോ അബൌട്ട് ദിസ് ഫോൺ വിൽ ബി ദിസ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. പക്ഷേ ബാക്കൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഭയങ്കര സ്ലീക്ക് ബോഡിയാണ് കേട്ടോ, നല്ല വലിയ വെത്തുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഇനി ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നോക്കൂട്ടോ. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ അവസ്ഥ നിങ്ങൾ കാണരുത്, അതിനെ ഇഗ്നോർ ചെയ്യുക. കണ്ട, ലെറ്റേഴ്സൊക്കെ ഭയങ്കര കുഞ്ഞിതായിരിക്കും ഫോണ്ട് സൈസ്. ചിലപ്പോൾ ഇതിൽ ഫോണ്ട് സൈസ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ വന്ന സമയത്ത് കുറച്ച് കൂടുതൽ സൈസ് ഫോണ്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇതിനെപ്പറ്റി മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 25,999 ആണ് ഒറിജിനൽ പ്രൈസ്. പക്ഷേ ആസ് എൻ ഓഫർ വി ഗോട്ട് ഇറ്റ് ഫോർ 15,000. നമുക്ക് 15,000 രൂപയ്ക്കാണ് ഈ ഫോൺ കിട്ടിയത്. സോ നല്ലൊരു ഓഫറായിട്ട് തോന്നി. സോ കുഴപ്പമില്ല, നല്ല ഫോണാണ്. എനിക്ക് ഈ ഒരു പവർ ബട്ടൻ്റെ കീസ് മാത്രമാണ് എനിക്ക് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാതിരുന്നത്. അതായത് ഞാനും സാംസങ് യൂസറാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇതുപോലെ തന്നെ സൈഡിൽ 2 വോളിയം ബട്ടൺ, പിന്നെ ഒരു ബട്ടൺ, പിന്നെ എഗെയിൻ എനിക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇത് 3 മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഫോൺ നിങ്ങൾ നോക്കരുത്, കാരണം ആ ജാതി പൊട്ടറാണ്. ഇതിൻ്റെ ഗാർഡ് പൊട്ടിയിട്ടുള്ളൂ, സ്ക്രീൻ പൊട്ടിയിട്ടില്ല. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൊട്ടട്ടെ എന്ന് പറഞ്ഞിരിക്കും. സോ ഇതിൻ്റെ ഈ ഗാർഡ് മാറ്റാറുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഇതുകൊണ്ട് ഞാൻ ചാർജിന് ഇട്ട് തരാം കേട്ടോ.
അപ്പോൾ യെസ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമായി, ഫോൺ നല്ല ഇഷ്ടമായി. ഞാൻ ഒറ്റ യൂസിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് വാങ്ങണോ വാങ്ങണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ വരെ യൂസ് ചെയ്തതിൽ നല്ലതാണ്, ഈസി ടു യൂസ് ആണ്. ഫിംഗർ സെൻസർ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ബിക്കോസ് എൻ്റെ ഫോൺ അല്ലാത്തത് കൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റിന് മുന്നേ ഞാൻ വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫിംഗർ സെൻസർ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫേസും ഒക്കെ ഉണ്ട് ഇതിൽ. അതാണ് ഇതിനെപ്പറ്റി എനിക്ക് ഫണ്ണി റിവ്യൂ ആയിട്ട് പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ആ പവർ ബട്ടൻ്റെ കേസ് ഇല്ലാത്തതാണ് എനിക്കിഷ്ടാവാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ബാക്കിയൊക്കെ എന്താ പറയുക, നിങ്ങൾ നല്ല റിവ്യൂ ഒക്കെ കണ്ടോളൂ. ജസ്റ്റ് ഒരു ഫണ്ണി റിവ്യൂ മാത്രമാണ് ഇത്. അതായത് വാങ്ങണോ വാങ്ങണ്ടേന്ന് പറയാൻ ഞാൻ ആരുമല്ല, കാരണം നിങ്ങൾ പൈസ മുടക്കുന്നു, നിങ്ങൾ വാങ്ങുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മാമ യൂസ് ചെയ്ത് മാമ പറയട്ടെ അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ? എല്ലാവർക്കും ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. സോ എല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു എൻകറേജ്മെൻറ്റ് കൂടെ ആയിരിക്കും അത്. സോ പ്ലീസ് ഡു ദാറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, സ്റ്റേ അറ്റ് ഹോം ആൻഡ് സ്റ്റേ സേഫ്. ബൈ. ഇതിൻ്റെ ബാക്കിൽ ബ്ലൂ ബോസും കൂടെ ഉണ്ട്, സോ കണ്ടോളൂ കേട്ടോ.